ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ ഗുഡ് നൈറ്റ് ടോക്കൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളുകൾ ഇങ്ങനെ ഇമെയിൽ അയക്കുകയും കുഞ്ഞുങ്ങൾ യുവജനങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി മെസ്സേജുകളൊക്കെ അയക്കുകയും ചെയ്യുന്നുണ്ട്, അവരുടെ പ്രയർ റിക്വസ്റ്റുകളൊക്കെ. ഐ പ്രോമിസ് യു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിനെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പേഴ്സണലി ആ സമയത്തൊരു കുഞ്ഞു റിപ്ലൈ തരുന്നുണ്ട്. അതല്ലാതെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ചുമ്മാ നിങ്ങളിത് കേട്ടോണ്ടിരിക്കുകയല്ല, ഞാനിത് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടും കൂടി ഇരിക്കുകയാണ്. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കറിയാം ഈ പിന്നെ ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജുകളിലും ഇമെയിലുകളിലൊക്കെ ചില, എനിക്ക് തോന്നുന്നു യൂത്ത് ആണെന്നാണ് തോന്നുന്നത് കൂടുതലും, അവർ ചില ഡൗട്ടുകളൊക്കെ ചോദിക്കാറുണ്ട്. അച്ഛാ ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ച് പല കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒന്ന് ഉത്തരം കൊടുക്കാനുള്ള ഒരു സമയം നമ്മുടെ മുമ്പിലില്ല. പ്രത്യേകിച്ച് ഗുഡ് നൈറ്റ് ടോക്കിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ആകെ കുറച്ച് സമയമല്ലേ അച്ഛൻ സംസാരിക്കുന്നുള്ളൂ. അപ്പം ഞാൻ പക്ഷേ ശ്രമിക്കാം കേട്ടോ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു 2-3 മെസ്സേജുകൾ എനിക്ക് അടുപ്പിച്ചു തന്നത് ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളെ കുറിച്ച്, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊക്കെ ഒരു പുസ്തകമൊക്കെ അവർ സജസ്റ്റ് ചെയ്യുകയും ഞാനത് നേരത്തെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛാ, അപ്പോൾ അതൊക്കെ കറക്റ്റ് ആയിരിക്കുമോ? അങ്ങനെ നമ്മളിങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവർത്തിച്ചൊക്കെ ചിന്തിച്ചാൽ വിൽ ദ വേൾഡ് സ്റ്റാൻഡ് വിത്ത് us. നമ്മുടെ പഴയ ഭയങ്കര ഫേമസ് ആയ പുസ്തകമില്ലേ ആൽക്കമിസ്റ്റ്, അതായത് ഇഫ് യു ഹാവ് എ ഡ്രീം ദ ഹോൾ വേൾഡ് വിൽ സ്റ്റാൻഡ് വിത്ത് യു. നിങ്ങൾക്ക് ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും. ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളൊക്കെയാണ്. അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ, ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. സുന്ദരമായ കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ പുസ്തകങ്ങളൊക്കെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇപ്പം രാത്രി പോയി മേടിക്കാൻ പോകും. അത് വേണ്ട, രാത്രി നിങ്ങൾ ബൈബിളൊക്കെ വായിച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി. എനിക്ക് അതിനെക്കുറിച്ച് ജനറൽ ആയിട്ട് ഒറ്റ കാര്യം, അത് ഒത്തിരി വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്, പക്ഷേ ഒരു കുഞ്ഞു കാര്യം. നമ്മുടെ ജീവിതത്തിൽ ചില സ്വപ്നങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ അങ്ങനെ പരിശ്രമിക്കുക, അല്ലേ? ഈ ഒരു ടെക്നിക്ക് ഇങ്ങനെ കേട്ടല്ലോ, ഇങ്ങനെ ഒരു സ്പീക്കർ ഇങ്ങനെ പറഞ്ഞല്ലോ, ഈ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ ചെയ്താൽ ഞാൻ വിജയിക്കുമോ, എൻ്റെ സ്വപ്നത്തിലെത്തുമോ? എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, വിജയത്തിലെത്താൻ, അനുഗ്രഹിക്കപ്പെടാൻ ഒത്തിരി അധികം വഴികളുണ്ട്, അല്ലേ? നമുക്ക് പരിശ്രമിച്ച് നോക്കാം, പരീക്ഷിക്കാം. ഈശോയുടെ വചനം കേൾക്കുന്ന നിങ്ങളോടും ഈശോയുടെ വചനം വിശ്വസിക്കുന്ന എനിക്കും ആ കാര്യത്തിൽ ഒറ്റ കാര്യമേ നിർബന്ധം ഉണ്ടാവുള്ളൂ. നമ്മൾ മറ്റൊന്നിലേക്കും ആശ്രയം വെക്കാൻ പോകണ്ട, മറ്റാരിലേക്കും ആശ്രയിക്കാൻ പോകണ്ട, ഈശോയിൽ മാത്രം ആശ്രയിക്കുക. ലോ ഓഫ് അട്രാക്ഷൻ അവിടെ ഉണ്ടാകാം, മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ അവിടെ ഉണ്ടാകാം. ചില കാര്യങ്ങളിലൊക്കെ പറഞ്ഞ, ചില പുസ്തകങ്ങൾ വായിച്ച, ഇല്ലെങ്കിൽ ചില സ്പീക്കേഴ്സ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ ഞാൻ വിജയിക്കുമോ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടുമോ, ഇങ്ങനെ ചെയ്താൽ ഞാൻ സ്വപ്നം കണ്ട ആ ഒരു ലെവലിലേക്ക് ഞാൻ എത്തുമോ, അറിയില്ല. ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങളുടെ മുമ്പിൽ സമയം ഉണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരു പുരോഹിതൻ എന്ന നിലയിൽ, നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന നിലയിൽ, ഈശോയിൽ ആശ്രയിക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്ന എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ: യു ട്രസ്റ്റ് ഇൻ യുവർ ഗോഡ്. നിങ്ങൾ ഈശോയിൽ മാത്രം ആശ്രയിക്കുക. മറ്റാരും നിങ്ങളെക്കുറിച്ച് കരുതുന്നില്ല, ഈ വേൾഡ് കരുതുന്നില്ല. ഈ ലോ ഓഫ് അട്രാക്ഷൻ തിയറീസ് പറഞ്ഞു തന്നവർ, ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ പറഞ്ഞു തന്നവർ, ഇവരാരും നമ്മളെക്കുറിച്ച് കെയർ ചെയ്യുന്നില്ല. നമ്മളെക്കുറിച്ച് കെയർ ചെയ്യുന്ന ഒറ്റ ആളുകളും, അത് ഈശോയാണ്. പഴയ നിയമത്തിൽ സാമുവേൽ പ്രവാചകന്റെ പുസ്തകം, സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം, അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വാക്യം, ആ വചനഭാഗത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കിടപ്പുണ്ട്. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 12 വേഴ്സ് 21, 12-21. അവിടെ നമ്മളിങ്ങനെ വായിക്കുക: നിങ്ങൾക്ക് ഉപകരിക്കാത്തതും നിങ്ങളെ രക്ഷിക്കാൻ കഴിവില്ലാത്തതുമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയരുത്, അവ വ്യർത്ഥമാണ്. ഈ ഒരു വചനം ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ചേർത്ത് ചിന്തിക്കണം. എന്തിലെങ്കിലും ഞാൻ ഈശോയിലല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ ചിന്തകളിലോ പ്രസ്ഥാനങ്ങളിലോ ഇഷ്ടങ്ങളിലോ ചില നമ്മളിങ്ങനെ പറയില്ലേ, ഈ ഒരു ഇഷ്ടങ്ങൾ, ചില വസ്തുക്കളൊക്കെ വെച്ച് ഇതിനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അതുപയോഗിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ചിലരിങ്ങനെ ചില ഭാഗ്യത്തിന് ചില കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നു. ചിലപ്പോൾ ചിലരുടെ കയ്യിൽ ചില മുത്തുകളൊക്കെ കൊണ്ട് നടക്കുന്നതാണ്, ഇതെനിക്കൊരു ഭാഗ്യമാണെന്ന്. ചിലർ 1 രൂപ നാണയം കൊണ്ട് നടക്കുന്നതാണ്, അതെനിക്കൊരു ഭാഗ്യമാണെന്ന്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു സിനിമ നിങ്ങൾ കുറേ പേര് കണ്ടു എന്നായിരിക്കും, F1 എന്ന് പറഞ്ഞിട്ടൊരു സുന്ദരമായ സിനിമയുണ്ട്. അതിനകത്ത് ഹീറോ സണ്ണി ഹെയ്സ്, പുള്ളി എപ്പോഴും ഒരു കാർഡ് കൊണ്ട് നടക്കും, ഒരു ചീട്ട്. ആ ചീട്ട് അദ്ദേഹത്തിനൊരു ടാലിസ്മാൻ, ലൈക്ക് എ ലക്കി കാർഡ് ആണ്. അങ്ങനെ പലരും അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, യു ട്രസ്റ്റ് ഇൻ യുവർ ഗോഡ്. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ശക്തി നൽകുന്നത് കർത്താവാണ്. ആ കർത്താവ് സംസാരിച്ച വാക്കുകളാണ്, ആ വചനമാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നതും ഈ രാത്രി നിങ്ങളെ ശാന്തമായി കിടത്തുറക്കുന്നതും നാളെ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ ഏറ്റവും വലിയ പ്രചോദനമാവേണ്ടതും നിങ്ങൾക്ക് വിജയം നൽകുന്ന കർത്താവിൻ്റെ വചനം തന്നെയാണ്. അതുകൊണ്ട് ഈ വചനം ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഉപകരിക്കാത്തതും നിങ്ങളെ രക്ഷിക്കാൻ കഴിവില്ലാത്തതുമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയരുത്, അവ വ്യർത്ഥമാണ്. സോ ലോകം പറഞ്ഞ ഒത്തിരി തിയറീസ് അവിടെ ഉണ്ടാവും, ഒത്തിരി ടെക്നിക്സ് ഉണ്ടാവും. പോയിന്റുകൾ എവിടെ കിട്ടിയാലും സ്വീകരിക്കുന്നത് നല്ലതാണ്. ബട്ട് ഐ ടെൽ യു, ട്രസ്റ്റ് ഇൻ ജീസസ്. ഈശോയിൽ മാത്രം ആശ്രയിക്കുക. അതൊരു സുന്ദരമായ ജീവിതമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായവും, എന്നാണ് എൻ്റെ ജീവിത അനുഭവവും. അതും നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുക കേട്ടോ. ഈശോ തന്നെ നിങ്ങളെ ശക്തിപ്പെടുത്തിക്കോളും. വേറെ ഒന്നിനും വേണ്ടി പോവാതെ കർത്താവിൽ ആശ്രയിച്ച് എല്ലാ കാര്യങ്ങളും മഹത്തരമായിട്ട് ചെയ്യുക. കർത്താവ് നിന്നെ മഹത്വപ്പെടുത്തും. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.